ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 86/2017. തസ്തിക ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST, Department Forest. Medium of question English. Question booklet alpha code A. Date of test 10/8/2017. Total number of questions 100. Maximum mark 100. Time 75 minutes. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം. Which Kerala river is mentioned as Churni in Chanakya's Arthashastra? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പെരിയാർ. The biggest irrigation project in Kerala is Kallada project. Belong to which district? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൊല്ലം. പഴശ്ശിരാജ ആർട്ട് ഗാലറി ഈസ് ഇൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. നാലാമത്തെ ചോദ്യം. Who built the Dutch palace at മട്ടഞ്ചേരി in 1555? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പോർച്ചുഗീസ്. അഞ്ചാമത്തെ ചോദ്യം. Which rulers of Kerala controlled the Lakshadweep? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറക്കൽ കിങ്ഡം. ആറാമത്തെ ചോദ്യം. Which is the mountain range that starting from the Tapti river in the north to Kanyakumari in south? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വെസ്റ്റേൺ ഘട്ട്. ഏഴാമത്തെ ചോദ്യം. Which among the following is a salt lake in Rajasthan? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമ്പാർ ലേക്ക്. എട്ടാമത്തെ ചോദ്യം. Bhilai steel plant was established with the collaboration of. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റഷ്യ. ഒൻപതാമത്തെ ചോദ്യം. The longest national highway in India is. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, NH7. പത്താമത്തെ ചോദ്യം. Which one of the following rivers does not form any delta at its mouth? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, താപ്തി. 11ാമത്തെ ചോദ്യം. Which one of the following is a non-renewable source of energy? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തെർമൽ. 12ാമത്തെ ചോദ്യം. Akbar's enlightened religious policy was based on his philosophy of sul-i-kul, which means. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യൂണിവേഴ്സൽ പീസ്. 13ാമത്തെ ചോദ്യം. Who was the British general considered Rani Lakshmi Bai of Jhansi as the best and bravest military leader of the rebels? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സർ ഹഗ്രോസ്. 14ാമത്തെ ചോദ്യം. Who was the first propounder of the doctrine of passive resistance? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അരവിന്ദ് ഘോഷ്. 15ാമത്തെ ചോദ്യം. The period mentioned in the autobiography of Gandhiji? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1869 മുതൽ 1923 വരെ. 16ാമത്തെ ചോദ്യം. Who wrote book Planned Economy of India? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എം വിശ്വേശ്വരയ്യ. 17ാമത്തെ ചോദ്യം. Right to education is the article mentioned in. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 21A. 18ാമത്തെ ചോദ്യം. Who presided over the inaugural meeting of the Constituent Assembly? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സച്ചിദാനന്ദ സിൻഹ. 19ാമത്തെ ചോദ്യം. Which one of the following is not connected with the poverty eradication program of central government? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആശ്രയ rehabilitation of destitutes. 20ാമത്തെ ചോദ്യം. By which amendment the right to property was removed from the list of fundamental rights?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 44th അമെൻഡ്മെന്റ് 1978. 21ാമത്തെ ചോദ്യം ഹൂ ഇസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് HL ദത്തു. 22ാമത്തെ ചോദ്യം ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ IT ആക്ട് അമെൻഡ്മെന്റ് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ പാർലമെന്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2008. 23ാമത്തെ ചോദ്യം ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്റ്റാർട്ടഡ് അറ്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബാംഗ്ലൂർ. 24ാമത്തെ ചോദ്യം ഇൻ വിച്ച് ഇയർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്ഡ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2005. 25ാമത്തെ ചോദ്യം ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജയന്തി പട്നായിക്. 26ാമത്തെ ചോദ്യം ഹൂ ഇസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ എംപവേർഡ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അമിത് മിത്ര. 27ാമത്തെ ചോദ്യം ഹൂ ഗോട്ട് ദ കൺട്രീസ് ഹയസ്റ്റ് ഗാലൻഡറി അവാർഡ് അശോക് ചക്ര ഇൻ 2016 പോസ്റ്റ്യുമസ്ലി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലാൻസ് നായിക് മോഹൻനാഥ് ഗോസ്വാമി. 28ാമത്തെ ചോദ്യം ഹൂ ഈസ് റീസെന്റ്ലി അപ്പോയിന്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അമിതാഭ് കാന്ത്. 29ാമത്തെ ചോദ്യം ഹൂ വാസ് ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദ 67th റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ അറ്റ് ഡൽഹി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ഹോളണ്ട്. 30ാമത്തെ ചോദ്യം ഹൂ ഇസ് ദ ഗവർണർ ഓഫ് ദ അരുണാചൽ പ്രദേശ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ JP രാജ്കോവ. 31ാമത്തെ ചോദ്യം എഴുത്തച്ഛൻ ഒരു പഠനം ദ പ്രോസ് വർക്ക് റിട്ടൺ ബൈ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ONV കുറുപ്പ്. 32ാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു സർവേ ഓഫ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി അണ്ടർ സ്വച്ഛ് സർവേക്ഷൻ 2016 വിച്ച് സിറ്റി റാങ്ക്ഡ് ക്ലീനസ്റ്റ് സിറ്റി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മൈസൂരു. 33ാമത്തെ ചോദ്യം റീസെന്റ്ലി ഇന്ത്യ ലോഞ്ച്ഡ് IRNSS IE ഫ്രം ദ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോഞ്ചിങ് വെഹിക്കിൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി PSLV C-31. 34ാമത്തെ ചോദ്യം ഹൂ വൺ ദ 2016 ഫിഫ ബാലൺ ഓർ അവാർഡ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലിയോണൽ മെസ്സി. 35ാമത്തെ ചോദ്യം ഹൂ ഗോട്ട് ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഇൻ 46th സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഓഫ് 2015? ശരിയായ ഉത്തരം മാർട്ടിൻ പ്രക്കാട്ട്. 36ാമത്തെ ചോദ്യം ഹൂ ഇസ് ദ ന്യൂ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി RK മാത്തൂർ. 37ാമത്തെ ചോദ്യം ഡിറ്റർജന്റ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ക്ലോത്ത്സ് ആൻഡ് യൂട്ടൻസിൽസ് കണ്ടെയ്ൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സൾഫേറ്റ്സ്. 38ാമത്തെ ചോദ്യം ദ സ്റ്റഡി ഓഫ് നെർവ് സിസ്റ്റം ഇറ്റ്സ് ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ന്യൂറോളജി. 39ാമത്തെ ചോദ്യം സെൻട്രൽ ഫുഡ് ആൻഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് സിറ്റുവേറ്റഡ് ഇൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മൈസൂർ. 40ാമത്തെ ചോദ്യം ദ മൈക്രോവേവ് ഓവൻ വാസ് ഇൻവെന്റഡ് ബൈ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പേഴ്സി എൽ സ്പെൻസർ. 41ാമത്തെ ചോദ്യം ഇൻ കേസ് ഓഫ് എ കെമിക്കൽ ചേഞ്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി അഫക്റ്റഡ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രോൺ. 42ാമത്തെ ചോദ്യം ആസ് ദ ട്രെയിൻ സ്റ്റാർട്ട്സ് മൂവിംഗ് എ മാൻ സിറ്റിംഗ് ഇൻസൈഡ് ലീൻസ് ബാക്ക് ബൈ ബിക്കോസ് ഓഫ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇനേർഷ്യ ഓഫ് റസ്റ്റ്. 43ാമത്തെ ചോദ്യം ദ ബിഗസ്റ്റ് സ്റ്റാർ ഇൻ അവർ
ഗാലക്സി ഈസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സീരിയസ്. 44-ാമത്തെ ചോദ്യം. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് റീസെന്റ് ഡിക്ലെയർഡ് ദ എൻഡ് ഓഫ് ഡിസീസ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എബോള. 45-ാമത്തെ ചോദ്യം. ദ മാക്സിമം പവർ ഇൻ ഇന്ത്യ കംസ് ഫ്രം വിച്ച് പ്ലാന്റ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തെർമൽ. 46-ാമത്തെ ചോദ്യം. മോക്ഷപ്രദീപം ദ വർക്ക് റിട്ടൺ ബൈ എമിനന്റ് സോഷ്യൽ റിഫോമർ ഓഫ് കേരള. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. 47-ാമത്തെ ചോദ്യം. ആര്യ സർവീസ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ വേലുക്കുട്ടി ആര്യൻ. 48-ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ടു പെർഫോം മിറർ കോൺസെക്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. 49-ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഈഴവ മഹാസഭ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു. 50-ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ ചട്ടമ്പി സ്വാമികൾ അറ്റൻഡ് ഹിസ് സമാധി അറ്റ് പന്മന. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1924. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. 51-ാമത്തെ ചോദ്യം. ദ ക്രൗഡ് ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഡാഷ് വോയ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ധയർ. 52-ാമത്തെ ചോദ്യം. ദ ബോർഡ് ഡാഷ് ഡിസൈഡഡ് ടു സെലക്ട് ദ ബെസ്റ്റ് 3 കാൻഡിഡേറ്റ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹാസ്. 53-ാമത്തെ ചോദ്യം. കിഷോർ ഇസ് ഡാഷ് ഇൻ ദ ഫാമിലി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദ ഓൾഡസ്റ്റ്. 54-ാമത്തെ ചോദ്യം. ആഫ്റ്റർ ലോഞ്ച് ദ മദർ ഡാഷ് ദ ചൈൽഡ് ഇൻ ദ ക്രാഡിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലൈഡ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് 55 and 56 ഇസ് ദ മിസ്റ്റേക്ക്. 55-ാമത്തെ ചോദ്യം. ഹിമാലയാസ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. 56-ാമത്തെ ചോദ്യം. ഹാർഡ്ലി ഹാഡ് ഐ entered the room when the mobile had started ringing. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 57-ാമത്തെ ചോദ്യം. ഡാഷ് എ ഫോറിൻ ട്രിപ്പ് വി ഹാവ് ടു അഡാപ്റ്റ് ഡാഷ് ദ ചേഞ്ച്ഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓൺ ടു. 58-ാമത്തെ ചോദ്യം. വിച്ച് among the following is closest in meaning to punctuation. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോമ്പാറ്റീവ്. 59-ാമത്തെ ചോദ്യം. വിച്ച് ഇസ് ദ പാസീവ് വോയിസ് ഫോം ഓഫ് ദേ ഹാവ് നോട്ട് യെറ്റ് റിപ്പോർട്ടഡ് ടു മീ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഐ ഹാവ് നോട്ട് യെറ്റ് ബീൻ റിപ്പോർട്ടഡ്. 60-ാമത്തെ ചോദ്യം. വിച്ച് among the following is the best one word substitution for a disease prevalent in particular locality. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എൻഡമിക്. 61-ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇഫ് 4/7 ഓൾ റേസ് ടു 0 പ്ലസ് 4/7 ഓൾ റേസ് ടു 2 ഇസ് ഈക്വൽ ടു 4/7 ഓൾ റേസ് ടു 2p മൈനസ് 1. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. 62-ാമത്തെ ചോദ്യം. ഇഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി minus ab, then minus 10 into 5 is. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 45. 63-ാമത്തെ ചോദ്യം. an angle is 4/5 of its supplement. What is its magnitude? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 80 ഡിഗ്രി. 64-ാമത്തെ ചോദ്യം. ഫൈൻഡ് x given 3x/2 is equal to x/3 plus 2 and 1/3. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2. 65-ാമത്തെ ചോദ്യം. ഡിഫറൻസ് ബിറ്റ്വീൻ two numbers is 6 and difference between their squares is 180. Find the sum of two numbers. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 30.
66-ാമത്തെ ചോദ്യം ഹൗ മെനി നമ്പേഴ്സ് അപ് ടു 500 which are divisible by 3 and 7 together? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 23. 67-ാമത്തെ ചോദ്യം 7.3 into 7.3 minus 2 into 7.3 into 4.8 plus 4.8 into 4.8. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6.25. 68-ാമത്തെ ചോദ്യം The ratio of Anu's age to the age of her mother is 3:11. The difference of their age is 24 years. What will be the ratio of their age after 3 years? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1:3. 69-ാമത്തെ ചോദ്യം 74% of workers in a factory are men and the rest are women. If there are 65 women in the factory, how many men are there? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1875. 70. A circular wire of radius 21 cm is reshaped to make a square. Find the side of the square. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 33 cm. 71. Which term of the sequence 1, 6, 11, dash is 301? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 61. 72. The middle number among 11 consecutive natural numbers is 28. Find the sum of 11 numbers. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 308. 73. The next number of sequence 7, 2, 143, 21, 81, 63, 27, dash. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 189. 74-ാമത്തെ ചോദ്യം I have to reach a place at a fixed time. If I walk at 3 km per hour, I will be late for 20 minutes. If I at 4 km per hour, I will reach there 10 minutes early. What distance I have to travel? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6 km. 75-ാമത്തെ ചോദ്യം Pick the odd one out. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡയഗണൽ. 76-ാമത്തെ ചോദ്യം Road is written URDG. Swan may be written as. ശരിയായ ഉത്തരം ഓപ്ഷൻ എ VZDQ. 77-ാമത്തെ ചോദ്യം Two posts of heights 8 meters and 15 meters stand upright on the ground. The distance between them is 24 meters. What is the distance between their tops? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 25 meters. 78-ാമത്തെ ചോദ്യം Find the least positive numbers which when added to 962 will make it perfect square. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 62. 79. A financial institution gives 50 paise per ₹100 for month for deposits. Then the rate of interest is. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 6%. 80. If the third Sunday of a month falls on the 15th of that month, can you say on which date falls the fourth Saturday? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 28. 81-ാമത്തെ ചോദ്യം Tech Museum of Kerala is located in. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിലമ്പൂർ. 82-ാമത്തെ ചോദ്യം The first wildlife sanctuary in Kerala. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. 83-ാമത്തെ ചോദ്യം Hortus Malbaricus, a 17th century book published by the Dutch describes. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മെഡിക്കൽ പ്ലാന്റ്സ്. 84-ാമത്തെ ചോദ്യം What was the notion of sustainable development first developed? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1972. 85-ാമത്തെ ചോദ്യം നീലക്കുറിഞ്ഞി സാങ്ച്വറി is located in which district of Kerala? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. 86-ാമത്തെ ചോദ്യം Kuno project is connected with which animal? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലയൺ. 87-ാമത്തെ ചോദ്യം Who is known as father of Indian forestry?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബ്രണ്ടീസ്. 88ാമത്തെ ചോദ്യം. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 6. 89ാമത്തെ ചോദ്യം. Forests are included in the concurrent list after which amendment of Indian Constitution? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 42. 90ാമത്തെ ചോദ്യം. Azadirachtin is obtained from? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീം. 91ാമത്തെ ചോദ്യം. Another name of public participation in afforestation program is? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സോഷ്യൽ ഫോറസ്ട്രി. 92ാമത്തെ ചോദ്യം. Which is the only app in India? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹൂക്ക് ഗിബൺ. 93ാമത്തെ ചോദ്യം. An example for exotic species in India? ശരിയായ ഉത്തരം യൂക്കാലിപ്റ്റസ്. 94ാമത്തെ ചോദ്യം. വിവിപാരി is found in? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാൻഗ്രോവ്സ്. 95ാമത്തെ ചോദ്യം. The main objective of shelter belt system is? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ ഫ്രം വിൻഡ്. 96ാമത്തെ ചോദ്യം. Kyoto Protocol relates to? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ക്ലൈമറ്റ് ചേഞ്ച്. 97ാമത്തെ ചോദ്യം. As per Forest Policy 1952, percentage of forest in plains should be? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 33. 98ാമത്തെ ചോദ്യം. Which species is known as the ironwood of Malabar? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹോപ്പൻ പാർവിഫ്ലോറ. 99ാമത്തെ ചോദ്യം. Which is an extinct mammal from India? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചീറ്റ. 100ാമത്തെ ചോദ്യം. Stump planting is recommended for? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തേക്ക്. ഇന്ന് കേരള PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 86/2017. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. വീഡിയോ കൂടുതൽ പേർ എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.